രണ്ട് മലയാളികൾ, രണ്ട് ശൈലികൾ. ഒരാൾ ലഭിച്ച അവസരങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് ഇന്ത്യയെ അണ്ടർ-19 ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ച് ഹീറോ പരിവേഷത്തിലേക്ക് ഉയരുന്നു. മറ്റൊരാൾ ചാൻസുകൾ ഓരോന്നായി നഷ്ടപ്പെടുത്തി ബെഞ്ചിലേക്ക് എടുത്തെറിയപ്പെടുന്നു. പറഞ്ഞു വരുന്നത് ആരോൺ ജോർജിനെയും സഞ്ജു സാംസണെയും കുറിച്ചാണ്. ഇന്നലെ സെഞ്ചുറിയുമായി ആരോൺ വൈഭവ് സൂര്യവംശിക്കും ആയുഷ് മാത്രയ്ക്കും മുകളിൽ തൻ്റെ പേര് പതിപ്പിച്ചപ്പോൾ സഞ്ജു നിരാശയുടെ ഗർത്തത്തിലേക്ക് വീഴുന്നതിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. ഡോണ്ട് വറി ട്രിവാൻഡ്രം, സഞ്ജു സാംസൺ ഈസ് പ്ലേയിങ് ടുനൈറ്റ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പരിക്കുമാറി ഇഷാൻ കിഷൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സഞ്ജുവും പ്ലേയിങ് 11-ഉണ്ടെന്ന നിർണായക പ്രതികരണം സ്കൈയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുവരെയുള്ളതെല്ലാം മറന്ന് സ്വന്തം മണ്ണിൽ മികച്ചൊരു സ്ട്രോങ് കംബാക്കിനായുള്ള അവസരമായിരുന്നു മലയാളി താരത്തിന് വന്നു ചേർന്നത്. എന്നാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ബാറ്റ് വീശിയ സഞ്ജു 6 പന്തുകൾ നേരിട്ട് ഔട്ടായി മടങ്ങുന്നതിനാണ് നമ്മൾ സാക്ഷിയായത്. കിവീസിനെതിരായ പരമ്പരയിലുടനീളം തുടരുന്ന മോശം ഫോമിൻ്റെ എക്സ്ട്രീം വേർഷനായിരുന്നു കാര്യവട്ടത്തും കണ്ടത്. 4 ദിവസങ്ങൾക്കിപ്പുറം ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സന്നാഹ മത്സരത്തിന് ഇറങ്ങുന്നു. ടോസിനായി വീണ്ടും സൂര്യകുമാർ യാദവ് ഗ്രൗണ്ടിലേക്ക്. ഓപ്പണിംഗ് റോളിൽ ആരായിരിക്കും എത്തുക? ഇന്ത്യൻ ക്യാപ്റ്റന് മുന്നിലേക്ക് ആ നിർണായക ചോദ്യമെത്തി. ഡെഫിനറ്റ്ലി ഇഷാൻ ആൻഡ് അഭിഷേക്. വരാനിരിക്കുന്ന മാറ്റത്തിന്റെ കൃത്യമായ സൂചന നൽകുന്നതായിരുന്നു ഇന്ത്യൻ നായകന്റെ ഈ വാക്കുകൾ. വെറും 4 ദിവസത്തെ ഇടവേളയിലാണ് ഈ 2 പ്രതികരണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ നിലവിലെ ഫോമിൽ ഇത്തരമൊരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ ടീം മാനേജ്മെന്റിനാവില്ലെന്ന് പറയുന്നതാകും ശരി. ഓപ്പണിംഗിൽ തകർത്തടിച്ച് അഭിഷേക് ഇഷാൻ കോംബോ. പരിക്ക് മാറിയെത്തി പതിവ് ഫോമിൽ ബാറ്റ് വീശി തിലക് വർമ്മ. തൻ്റെ റോൾ ഭംഗിയാക്കി സൂര്യകുമാർ യാദവ്. ബോളിങ്ങിനൊപ്പം ബാറ്റിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉപനായകൻ അക്സർ പട്ടേൽ. ക്യാമിയോ റോളിൽ വീണ്ടും വിസ്മയിപ്പിച്ച് ഹാർദിക് പാണ്ഡ്യ. ഒരു വിശ്വമേളയ്ക്ക് മുമ്പ് ചാമ്പ്യൻ ടീമിന് ഇതിലും മികച്ച രീതിയിൽ ഇനി ഒരുങ്ങാനില്ല. ഓരോ താരവും തന്നിൽ അർപ്പിച്ച വിശ്വാസം കാക്കുന്ന പ്രകടനം പുറത്തെടുത്തപ്പോൾ 240 എന്ന വലിയ ടോട്ടലിലേക്ക് മുന്നേറാനും ഇന്ത്യക്കായി. ആൻഡ്രിച്ച് നോർക്കെ, കഗീസോ റബാഡ ഉൾപ്പെടെയുള്ള പ്രീമിയം പ്രോട്ടീസ് പേസർമാരെല്ലാം ഇന്ത്യൻ ബാറ്റിംഗ് കരുത്തിൽ നിരായുധരായി. 4 സിക്സറും 1 4ഉം അടക്കം നോർക്കയുടെ ഓവറിൽ 29 റൺസാണ് കിഷാനും അഭിഷേകും ചേർന്ന് അടിച്ചെടുത്തത്. 140 കിലോമീറ്റർ വേഗതയിലെത്തിയ നോർക്കയുടെ അതിവേഗ പന്തുകളെ റിഫ്ലക്ട് ആക്ഷനിലൂടെ ഗാലറിയിലേക്ക് തിരിച്ചുവിട്ട ഇഷാൻ വരാനിരിക്കുന്നതിൻ്റെ സാമ്പിൾ ഡോസാണ് ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ പുറത്തെടുത്തത്. പോക്കറ്റ് ഡൈനാമോ എന്ന പേരിന് അടിവരയിടുന്നതായിരുന്നു അയാളുടെ ഓരോ ഷോട്ടുകളും. ഇരുവരും ചേർന്ന് പവർ പ്ലേയിൽ 80 റൺസാണ് പടുത്തുയർത്തിയത്. ലെഫ്റ്റ് റൈറ്റ് കോംബോ ഇല്ലെങ്കിലും ഇന്ത്യൻ ബാറ്റിങ്ങിൽ പ്രശ്നങ്ങളില്ലെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു പോയ മത്സരത്തിൽ കണ്ടത്. മറുപടി ബാറ്റിങ്ങിൽ പതിവ് പോലെ ഇന്ത്യൻ സ്പിൻ കരുത്തിൽ മധ്യ ഓവറുകളിൽ താളം തെറ്റിയ പ്രോട്ടീസുകാരെയാണ് കണ്ടത്. തുടക്കത്തിൽ എയ്ഡൻ മാക്രവും റയാൻ റിക്കിൾട്ടനും പ്രതീക്ഷ നൽകിയെങ്കിലും ഡെവാൾഡ് ബ്രേവിസും ഡേവിഡ് മില്ലറും അടക്കമുള്ള വമ്പൻ അടിക്കാർ നിരാശപ്പെടുത്തി. ഇന്ത്യൻ നിരയിൽ വരുൺ ചക്രവർത്തി ഇക്കോണമി നിലനിർത്തി പന്തെറിഞ്ഞപ്പോൾ ഹർഷദീപ് സിംഗും ഡെത്ത് ഓവറുകളിൽ തിളങ്ങി. അവസാന ഓവറുകളിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആഞ്ഞടിച്ചെങ്കിലും അപ്പോഴേക്കും ലക്ഷ്യം അകന്നു പോയിരുന്നു. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ് റൺസ് വഴങ്ങുന്നത് മാത്രമാണ് ലോകകപ്പിന് മുമ്പ് ഇന്ത്യക്ക് ആശങ്കയായി നിലനിൽക്കുന്നത്. സൂപ്പർ താരം ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയാണ് ഇന്ത്യ വാമപ്പ് മാച്ചിനിറങ്ങിയത്. ബാറ്റർമാരെ മികച്ച ടച്ചിലെത്തിക്കാൻ സന്നാഹ മത്സരത്തിൽ മാറി മാറി അവസരം നൽകുകയാണ് പതിവ്. എന്നാൽ സഞ്ജുവിനെ ബാറ്റിംഗിനയക്കാൻ ഗൗതം ഗംഭീറിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതായത് ലോകകപ്പ് പ്ലേയിങ് 11-ൽ താരത്തിന് സ്ഥാനമുണ്ടാകില്ലെന്ന് പറയാതെ പറയുക കൂടിയായിരുന്നു പോയ സന്നാഹ മത്സരം. റിങ്കു സിംഗും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഹർഷിത് റാണയടക്കമുള്ളവർ പാഡണിഞ്ഞപ്പോൾ ഇന്ത്യൻ ഓപ്പണർ ബെഞ്ചിലിരിക്കുകയായിരുന്നു. 15-അംഗ സ്ക്വാഡിൽ സഞ്ജുവിന് പുറമെ ബുംറയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും മാത്രമാണ് അവസരം ലഭിക്കാതിരുന്നത്. ഇതിൽ സുന്ദർ പരിക്കിൻ്റെ പിടിയിലാണ്. ഇഷാൻ കിഷാൻ ഒരിക്കൽ കൂടി കീപ്പിംഗ് ഗ്ലൗ അണിഞ്ഞപ്പോൾ ഫീൽഡിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി മാത്രമാണ് മലയാളി താരം ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. എന്നാൽ T20 ലോകകപ്പിൽ നിന്ന് സഞ്ജുവിൻ്റെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടെന്ന് പൂർണ്ണമായി പറയാനാകില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് നിമിഷവും കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുകയെന്നതാണ് താരത്തിന് മുന്നിൽ ഇനിയുള്ള ഏക പോംവഴി. സന്നാഹ മത്സരം കളിച്ച ടീം ഏറെക്കുറെ ഉറപ്പിക്കാമെങ്കിലും പരിക്കോ ഫോമില്ലായ്മയോ കാരണം ടീമിൽ ഏത് നിമിഷവും മാറ്റം വരുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. 2023 ഏകദിന ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റപ്പോൾ പകരക്കാരനായി മാത്രം ഇടം പിടിച്ച് ടൂർണമെന്റിൽ ഇന്ത്യൻ പേസിന്റെ കുന്തമുനയായി മാറിയ മുഹമ്മദ് ഷമി സഞ്ജുവിന് മുന്നിൽ എപ്പോഴും ഒരു പ്രചോദനമായുണ്ട്. മിന്നും ഫോമിലായിരുന്നിട്ടും 2024 T20 ലോകകപ്പിൽ ഋഷഭ് പന്തിനായി വഴിമാറിക്കൊടുക്കാനായിരുന്നു സഞ്ജുവിൻ്റെ വിധി. വീണ്ടും ഒരു ലോകകപ്പിനായി ഇന്ത്യ ഇറങ്ങുമ്പോൾ ഫോമില്ലെന്ന കാരണത്താൽ വീണ്ടും മാറ്റി നിർത്തപ്പെടുമോ? ശനിയാഴ്ച വാങ്കഡെ സ്റ്റേഡിയത്തിൽ USA-ക്കെതിരായ ലോകകപ്പിലെ ഇന്ത്യയുടെ ഓപ്പണിംഗ് പോരാട്ടത്തിനായി കാത്തിരിക്കാം.